അപ്പോൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഓട്സ് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഫിറ ഫുഡ്സിൻ്റെ ഫ്ലേവേർഡ് ഓട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇന്ന് മസാല ഓട്സ് എടുത്തിട്ട് അതിന് വേറൊരു ട്വിസ്റ്റ് കൊടുക്കാൻ നോക്കാം. സാധാരണ എല്ലാവരും ഓട്സ് കഴിക്കുന്നത് സ്മൂതിയിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ടോ അങ്ങനെ കഴിക്കുമ്പം ഇല്ല എനിക്ക് ഓട്സ് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഫ്ലേവർ ചെയ്ത് വരുന്നത്. മഷ്റൂം ഫ്ലേവറിലോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ അല്ലെങ്കിൽ മസാല ഓട്സോ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനൊരു എളുപ്പത്തിന്. പക്ഷെ നമുക്ക് അതിനൊരു ഡിഷാക്കി മാറ്റണം, അതിനൊരു ടേസ്റ്റി ഒരു ഡിഷാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു ടേസ്റ്റും ഇല്ലാത്ത റവ ഉപ്പുമാവ് നമുക്ക് മാറ്റിയിട്ട് ഓട്സ് ഉപ്പുമാവാക്കിയാലോ? അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മൾ കടുകിട്ടു, നമുക്ക് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, മുളക് നമുക്ക് ആഡ് ചെയ്യാം. കടു, ഉഴുന്നുപരിപ്പ് ഇങ്ങനെ ചതച്ചിട്ടല്ലേ? അല്ല, അത് മുഴുവൻ ഉഴുന്നായതുകൊണ്ടാണ് ചതച്ചത്, അല്ലെങ്കിൽ ചതക്കേണ്ട കാര്യമില്ല. ഓക്കെ. കറിവേപ്പില, ജീരകത്തിന് ഒന്ന് ഉടച്ചിട്ടിടുന്നു. ഓക്കെ. എന്നിട്ട് സവാള നമ്മൾ വഴറ്റാനിടുന്നു. ഇതിപ്പോ എന്ത് ഓയിലാ ഇട്ടത്? ഒലിവ് ഓയിൽ. സാധാരണ ഉപ്പുമാവിന് സവാളയും കടുവും ഉഴുന്നുപരിപ്പും വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ഇട്ട് ആ ഒരു സ്മെല്ല് മാത്രമേ കിട്ടും. ഇതിപ്പം ജീരകത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, ജീരകത്തിൻ്റെ സ്മെല്ല്. കുറച്ച് അപ്പം നമ്മൾ ഉപ്പ് കിട്ടി, ഉപ്പിട്ടാ. അപ്പം നമുക്കൊരു പാട്ടെല്ലാം പാടിയാലോ? ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ഏട്ടൻ അധികം പാടുന്നതാണ്. അപ്പൊ ഈ എൻ്റെ മൺവീണയിൽ കൂടെ വളരെ ആ പാട്ടിന് വേറെ ബാക്കിംഗ് ഒന്നും ആവശ്യമില്ല. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ കൊതിച്ചൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു. അപ്പൊ നമുക്ക് ഗ്രീൻ പീസ് ഇടാം. അല്ലേ, ഞാൻ ബാക്കി പാട്ടിനിട്. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ കൊതിച്ചൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു. അടുത്ത വരി. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. കൊച്ചുമൺ മൗനം. വേർഡ്സ് മറന്നുപോയതാ. അല്ല, എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇതിന് മ്യൂസിക് ഒന്നും വേണ്ട, എവിടെ വേണമെങ്കിലും പാടാമെന്നുള്ളൊരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. അതെ അതെ. ഒരു കാര്യം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് പറഞ്ഞില്ല കേട്ടോ, ഇതിട്ടത് നമ്മൾ ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, കാരണം വെജിറ്റബിൾസ് അധികം കുക്കാവേണ്ട കാര്യമില്ല. ഉപ്പുമാവിന് നമുക്ക് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്നറിയോ, ആ ഒരു ഓറഞ്ച് കളറും ആ പച്ച കളറും, അയ്യോ, നട്ട്സും എല്ലാം കൂടി സൂപ്പർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല ഓട്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ മസാല ഓട്സ് എടുത്തു, നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തു, കാരണം അത് ആ ഫ്ലേവേഴ്സ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. രണ്ടെണ്ണം മതിയാ? കുറച്ചുകൂടെ നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുക്കാവാനുള്ള സമയം ഒരു 2 to 3 മിനിറ്റ് വരെ ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് കുക്കിങ്ങിന് എടുക്കും. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് അതിനെ ലൂസാക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കൊണ്ട് ബാക്കി വെജിറ്റബിൾസിനും ഒന്ന് വേകാനൊരു സമയം കിട്ടും. നമസ്കാരം. എന്തായി ആവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ ഓക്കെ നമ്മളിങ്ങനെ ഇതിപ്പോ നമ്മുടെ ഫിറയുടെ മസാല ഓട്സ് വെച്ചിട്ട് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്.
അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫിറയുടെ ഓട്സിനകത്ത് ചില്ലിയും അതുപോലത്തെ മസാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾ ബ്രോത്തിൻ്റെ ക്യൂബ് വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവാക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ക്യാരറ്റും വളരെ പൊടിക്കരിഞ്ഞ സവാളയും അതിൻ്റെ കൂടെ ഗ്രീൻ പീസും ഇട്ട് കഴിയുമ്പോൾ ആ കളർഫുൾ ആവും. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ ഒന്നിൽ കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ്. ഇതിൽ കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ അതിനിങ്ങനെ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരും, അത് മസാലയുടെ ഫ്ലേവർ വരും. നമ്മളിതൊന്നും ചേർക്കാതെ തന്നെ മസാലാസ് ഓൾറെഡി അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. അതിപ്പോ നമ്മുടെ പുതിയ റെസിപ്പി ആയിട്ട് മാറും. അതെ അതെ, നിങ്ങളുടെ പുതിയ റെസിപ്പിയാണ്. അല്ലെ, ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ പറയും ഫിറ, കാരണം നമ്മുടെ താങ്ങി നിർത്തുന്ന ഒരു ബ്രാൻഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 10 പേരും ഇങ്ങനെ എപ്പോഴും പറയും. പിന്നെ എല്ലാവരും മത്സരമാണ് 1ാം സ്ഥാനം കിട്ടാം. 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് ഫിറയുടെ പ്രോഡക്റ്റ്. ഇതിൽ ഏറ്റവും അടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഉപ്പുമാവ്. ഓക്കെ, പുള്ളിക്കാരുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ പാക്കറ്റ് അയ്യോ അതിനകത്ത് ആ ഉപ്പുമാവ് കാണാനില്ല എന്ന് പറഞ്ഞ ടെൻഷൻ. അതിനേക്കാളും ടെൻഷൻ ആണെന്ന് പറഞ്ഞാൽ അമ്മ സ്പിനാച്ച് ഫ്ലേവർ ബീറ്റ് ആ ആട്ട യൂസ് ചെയ്തു. ഇപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ലേ? ഞാൻ ഫസ്റ്റ് ഉപ്പുമാവിന്റെ പാക്കറ്റ് അല്ല, അതിനകത്ത് അത് റിഫൈൻഡ് ആയിട്ടുള്ള ഗോതമ്പല്ല, റിയൽ റോ ഗോതമ്പ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും അത് ഹെൽത്തി തന്നെയാണ്. അപ്പൊ മോള് അത് ആക്കി കൊടുത്തപ്പോഴും മോള് എന്റെ അടുത്ത് പറയില്ലേ, അമ്മ അത് കൊണ്ടുപോകാൻ ഉപ്പുമാവിന്റെ അല്ലേ, ഉപ്പുമാവിന്റെ ചെറിയ പച്ച കളറിലായിരിക്കും അല്ലേ? അതെ അതെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പറയാറ് 500-ലധികം പ്രോഡക്റ്റുകളാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിറയ്ക്കുള്ളത്. അതെ 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 അതെ. ഇപ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട്, കഴിഞ്ഞ 10-20 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏകദേശം 500-ൽ കൂടുതൽ പ്രൊഡക്ട്സ് റേഞ്ച് ഉണ്ട്. അതിനൊരു 70 പ്രൊഡക്ട്സ് മാത്രമേ ഞങ്ങളിപ്പം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ ഓടേണ്ടി വരും. അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ ഫ്ലേവർ അനുസരിച്ച് ഇപ്പോൾ ഓട്സും മഷ്റൂമും മിക്സ്. ഇപ്പോൾ രാവിലെ ധൃതിയുള്ള ഒരാൾ, ഓഫീസ് ഗോയിങ് ഒരാൾക്ക് മസാല ഓട്സിൽ എപ്പോഴും കിട്ടുന്ന മസാല ഓട്സ് ഫ്ലേവർ അല്ലാതെ ഒരു ദിവസം മഷ്റൂം വേണോ, ഒരു ഓൾട്ടർനേറ്റീവായി. ഇല്ല റോൾഡ് ഓട്സ് ആണോ, നമുക്ക് വേറെ നമ്മുടെ ഫ്ലേവർ ആഡ് ചെയ്യാം. ഇല്ല മധുരം വേണോ, റോൾഡ് ഓട്സിൻ്റെ കൂടെ നമുക്ക് സ്ട്രോബെറിയോ ക്രീമോ മിക്സ് ചെയ്ത് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റും. സോ ആ ഒരു വെറൈറ്റി കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. ചീസി ഫ്ലേവർ ഉണ്ട്, ചീസി ടൊമാറ്റോ ഉണ്ട്, ചീസി ടൊമാറ്റോ ഉണ്ട്. അത് കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ ഒരു പിസ്സ ഒരു ഫീൽ കിട്ടും. ഇതാണ് ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആവുന്നത്. കാരണം ഓട്സ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ ആ സ്റ്റിക്കിനെസ് മാറിക്കഴിഞ്ഞാൽ ഉപ്പുമാവായി എന്നർത്ഥം. ഇതിപ്പോൾ ഈ പാത്രത്തിൽ അറ്റത്തൊന്നും പിടിക്കാതെ ഫ്രീ ആയി. അപ്പോൾ എന്താവും നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പാത്രത്തിലാക്കി നമ്മൾ കമത്തി കഴിഞ്ഞാൽ തന്നെത്താനത് സ്ലൈഡ് ചെയ്ത് വന്നോളൂ. അപ്പോൾ കുക്ക്ഡ് ആയി എന്നറിയാം. യൂഷ്വലി കുക്കിംഗ് ടൈം 2 to 3 minutes ആണ്. അത് അടച്ചു വെച്ച് നമ്മൾ വെജിറ്റബിൾസ് ഉള്ളത് കാരണം ഒരു 4 minutes വരെ പോകുന്നേ ഉള്ളൂ. ശരി, അപ്പൊ ഇനി ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവരാം, കഴിക്കാൻ വെയിറ്റിംഗിലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ചെയ്യുന്ന പോലെ അവസാനം തേങ്ങയിട്ട് കൊത്തമല്ലി ചപ്പുമിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ കൊത്തമല്ലി ഇലയിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോൾ ആ ഫ്രഷ് ഫ്ലേവർ കിട്ടും, തേങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടും. ഉപ്പുമാവ് ആൾക്കാർക്ക് ചമ്മന്തിയുടെ കൂടെ ഇഷ്ടമുണ്ട്, തേങ്ങാ ചമ്മന്തി അരച്ച് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ വാട്ടിയ മുളക് വെച്ചിട്ട് ഉള്ളി ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഹോട്ട് ഫേവറേറ്റ് ഒരു സാധാരണ ഒരു ചെറുപഴം, അത് നമ്മുടെ പൂവമ്പഴമോ രസകദളിയോ പാളയംകോടനോ എന്ത് വേണമെങ്കിലും ആവാം. ഒരു പഴവും കുറച്ച് പഞ്ചസാരയും. ഒരു ഉപ്പുമാവിന് വേറെ എന്താ വേണ്ടത്? സ്വർഗ്ഗമല്ലേ? ഇല്ല, വെറും പഞ്ചസാര ഇട്ടാൽ തന്നെ സൂപ്പറാ. അപ്പോൾ കഴിച്ചു നോക്കാം. ഫിറയുടെ ഉപ്പുമാവ്. യെസ്, ഫിറയുടെ ഉപ്പുമാവല്ല, ഫിറയുടെ മസാല ഓട്സ് കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവ്. അപ്പൊ ഏറ്റവും ഇപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ട് നവീൻ ഇവിടെ വന്നിപ്പോണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കൊതി വെക്കോ എല്ലാത്തിനും. ടേസ്റ്റി ഓട്സ് വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് അറിയാം. നമുക്ക് രാവിലെ വീട്ടിൽ പറഞ്ഞാലേ ഇതിന്റെ ഒരു ഉപ്പുമാവ് മതി. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഫിറ മസാല ഓട്സ് പൊളിച്ചു. പൊളി